നമ്മൾ ബെത്ലഹേമിലേക്ക് പോകുന്നത് എന്തിനാണ്? ആ ദൈവപുത്രനെ ഒന്ന് മുഖത്തോട് മുഖം കാണാൻ, അവിടുത്തെ തിരുമുഖ ദർശനം കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഈ യാത്രയിൽ ഈ ഒരു തിരുമുഖ ദർശനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഇന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് ലാബാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ഭാര്യമാരെ കിട്ടുന്നു, ധാരാളം മക്കളെ കിട്ടുന്നു, സമ്പത്ത് കിട്ടുന്നു, എല്ലാമായിട്ട് യാക്കോബ് തിരിച്ചു വരികയാണ്. ഏസാവിനെ വഞ്ചിച്ചാണ് യാക്കോബ് ലാബാൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ വഞ്ചിച്ചു പോയ യാക്കോബിനെ തിരികെ കിട്ടുന്നത് വഞ്ചനകൾ തന്നെയാണ്. ഇങ്ങനെ തിരിച്ചു വരുമ്പം ഇദ്ദേഹത്തിന് ഏസാവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. സ്വന്തം സഹോദരനെ, ആരെയാണോ താൻ വഞ്ചിച്ചത് അവനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അവനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് യാക്കോബ് ചെയ്യുന്നൊരു കാര്യം, പല ഗണങ്ങളായി തൻ്റെ സേവകന്മാരെ തിരിക്കുന്നു. ഒരുപാട് സമ്മാനങ്ങൾ തൻ്റെ ജ്യേഷ്ഠന് കൊടുത്തു വിടുകയാണ്. ആദ്യമേ തന്നെ യാക്കോബ് തൻ്റെ മനസ്സിൽ സഹോദരനോട് രമ്യപ്പെടുകയും അനുഗ്രഹം കൈവശപ്പെടുത്തിയതിനെ ഓർത്ത് അനുദപിച്ച് ആ അനുഗ്രഹത്തിന് പകരമായി അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ ചേട്ടന് കൊടുക്കുകയും ചെയ്യാണ്. നാളെ ഏസാവിനെ കാണണം. ഇന്ന് രാത്രി സ്വന്തം കുടുംബാംഗങ്ങളെയും എല്ലാവരെയും മാറ്റി നിർത്തി പുഴയുടെ കരയിൽ വന്ന് യാക്കോബ് തന്നെ നിൽക്കുകയാണ്. തന്നെ നിൽക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ വരുന്നു. ആ ദൈവപുരുഷനുമായി ഒരു മൽപ്പിടുത്തം നടത്തുകയാണ്. മൽപ്പിടുത്തം നടത്തുമ്പോൾ രാവിലെയായി എന്ന് കണ്ട് ആ ദൈവ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ യാക്കോബ് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. അപ്പോൾ ദൈവപുരുഷൻ, ദൈവം തന്നെ യാക്കോബിനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ചോദിക്കുന്നു. യാക്കോബ് എന്ന് പറയുന്ന മറുപടി ഇതാണ്, ഞാൻ യാക്കോബാണ്. അത് സ്വന്തം പേര് പറഞ്ഞതല്ല, മറിച്ച് സ്വന്തം അവസ്ഥ പറഞ്ഞതാണ്. ഞാൻ വഞ്ചകനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ യാക്കോബ് അവിടെ ഏറ്റുപറയുകയാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞ ആ യാക്കോബിനെ നോക്കി ദൈവം പറഞ്ഞു, നീ ഇനിമേൽ ഇസ്രായേൽ എന്നറിയപ്പെടും. ദൈവത്തോട് മല്ലിടുന്നവൻ, ദൈവത്തോട് സംവദിക്കുന്നവൻ, ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദൈവത്തോട് ഇടപെട്ടിട്ടുള്ളവൻ എന്നൊരവസ്ഥയിലേക്ക്, വഞ്ചകൻ എന്ന അവസ്ഥയിൽ നിന്ന് യാക്കോബ് മാറുകയാണ്. അതിനുശേഷം യാക്കോബ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു, പിനുവേൽ മുഖത്തോട് മുഖം ഞാൻ ദൈവത്തെ കണ്ടു. സ്നേഹമുള്ളവരെ, സ്വന്തം ജ്യേഷ്ഠനുമായി രമ്യതപ്പെട്ടപ്പോൾ, സ്വന്തം ജ്യേഷ്ഠന് സമ്മാനങ്ങൾ കൊടുത്ത് അയച്ചു കഴിഞ്ഞപ്പം യാക്കോബിന് കിട്ടിയ സമ്മാനം ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനുശേഷം ഏസാവിനെ കാണുമ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ മുഖം കണ്ടതുപോലെ എന്ന വണ്ണമാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മാറ്റം ജീവിതത്തിൽ നമ്മൾ വരുത്താതെ, ഒന്ന് സഹോദരങ്ങളോട് രമ്യപ്പെടുക, 2 രാത്രിയാമങ്ങളിലെ നീണ്ട പ്രാർത്ഥനകൾ, 3 ക്യാരക്ടറിൽ മാറ്റം വരുത്തുക. യാക്കോബ് എന്ന വഞ്ചന നിറഞ്ഞ, തിന്മ നിറഞ്ഞ പഴയ ക്യാരക്ടറിൽ നിന്നും ഇസ്രായേൽ എന്ന ദൈവത്തോട് സംവദിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറുക. അങ്ങനെ മാറുമ്പോൾ ഈ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ നമുക്കും തിരുമുഖ ദർശനം കിട്ടും, നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും.